വാഴൂർ ഗ്രാമപഞ്ചായത്തിൽ വനിതാ കലോത്സവം നടന്നു. വനിതകളുടെ മാനസിക ഉല്ലാസത്തിന് വിപുലമായ പരിപാടിയാണ് ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിരുന്നത്. വാഴൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. 59 വയസ്സ് വരെ പ്രായമുള്ള ആളുകൾക്ക് പങ്കെടുക്കാൻ വേണ്ടി അവരുടെ കലാപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നടപ്പാക്കുന്ന ഈ വനിതാ കലോത്സവം എന്ന പദ്ധതി തീർച്ചയായിട്ടും വളരെ നൂതനമായ ഒരു നല്ല ആശയമാണെന്നുള്ള കാര്യം സംശയമില്ല. കാരണം ഒരുപാട് കഴിവുകൾ മനോഹരമായിട്ടാണ് പ്രാർത്ഥനാഗീതം കിട്ടിയത്. പലർക്കും വേദി കിട്ടാത്തത് കൊണ്ട് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയാറില്ല. സത്യത്തിൽ അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം. ഈ ആശയം തീർച്ചയായും സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് ജാതിയുടെ ഭ്രാന്തുമൂത്ത വല്ലാതെ വിഭാഗീയതയുള്ളൊരു വർത്തമാനകാലത്തിൽ ജീവിക്കുന്നത് അല്ലെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത്തരമൊരു കാലഘട്ടത്തിലാണ് പോകുന്നത്. 2, ഇന്ന് തന്നെ അറിയാം, ഒരു ദിവസം പോലും ഒരു പത്രം വായിക്കാൻ പറ്റുകയില്ല, ഒരു TV തുറക്കാൻ പറ്റുകയില്ല. ആര് കൊല്ലുന്നു എന്നുള്ള പേടിച്ചിരിക്കുന്നൊരു കാലഘട്ടം. ഒരേ വീട്ടിൽ തന്നെയുള്ള 5 പേരെ ഒരുമിച്ച് കൊല്ലുക, അച്ഛൻ മകനെ കൊല്ലുക, ഒരുമിച്ച് പഠിക്കുന്ന സഹപാഠികൾ പരസ്പരം കുത്തി വളർത്തുക എന്ന് വേണ്ട എത്ര കലുഷിതമായൊരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ പരിഷ്കൃതരാണെന്നൊക്കെ പറയുമ്പോഴും ഒരു അപരിഷ്കൃതത്തിലേക്ക് മാറുക. സ്വന്തം സഹപാഠിയെ കുത്തി വളർത്താൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു മാനസിക പരിസ്ഥിതിയിലേക്ക് നമ്മൾ മാറുക. നമ്മൾ പറയാൻ ലഹരിയാണ് ഇതാണെന്നൊക്കെ പറയും. എന്താണെന്ന് പറഞ്ഞാലും അതൊരു വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മൾ കാണുന്നതിനേക്കാൾ വലിയ സാമൂഹിക വശമായി ആർക്കാണ് ഭ്രാന്ത് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത, ഭ്രാന്തുള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ഉള്ള നേർരേഖകൾ ഇല്ലാതാകുന്ന ഒരു കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത്. നമ്മളെ അല്ലാതെ അലോസരപ്പെടുത്തുന്നു, ആശങ്കപ്പെടുത്തുന്നു, അസ്വസ്ഥമാക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അവിടെയൊക്കെ സത്യത്തിൽ 2 കാര്യങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത്. സത്യത്തിൽ നമ്മുടെ പ്രയോറിറ്റികൾ തന്നെ മാറണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ വികസനത്തിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ റോഡ് നിർമ്മാണവും പാല നിർമ്മാണവും മാത്രവുമല്ല, കലയ്ക്കും സംസ്കാരത്തിനും സ്പോർട്സിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. കാരണം പുതിയ തലമുറയെ വായനയുടെ ലോകത്തിലെത്തിക്കണം. സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് അവരെ കൂടുതൽ കൊണ്ടുപോകണം. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഞാൻ കണ്ട ഒരു കാഴ്ച പറയാം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു യാത്രക്കിടയിൽ കുട്ടികളും രക്ഷകർത്താക്കളും മക്കളും ഒക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പല റെസ്റ്റോറൻറ്റുകളിലും വന്നിരിക്കുന്ന കാണാം. പക്ഷെ ഇത്രയും കാലത്തിനിടയിൽ ഒരു രക്ഷകർത്താവ് പോലും സ്വന്തം മക്കളുമായിട്ട് ഒരു വായനശാലയിൽ പോകുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിള്ളേർ പോകുമായിരിക്കും ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ രക്ഷകർത്താവ് ഒറ്റയ്ക്ക് പോകുമായിരിക്കും. സ്വന്തം മക്കളെ കൂട്ടി ഒരു വായനശാലയിൽ പോയി അരമണിക്കൂർ ചിലവഴിക്കാൻ ഒരു രക്ഷകർത്താവിന് എൻ്റെ കാഴ്ചയിൽ ഞാൻ കണ്ടിട്ടില്ല. കാണാതെ പോയതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് കാണുമായിരിക്കും അപൂർവമായിട്ട്. പക്ഷേ നമ്മുടെ കുട്ടികളെ യഥാർത്ഥ റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി ആഹാരം കൊടുക്കുക മാത്രമല്ല ശ്രദ്ധിച്ചു. അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകസമൃദ്ധമായ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നത് മാത്രമല്ല, അതൊക്കെ അവരുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അവരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന, മനസ്സിനെ കുറേ കൂടി വിശാലമാക്കുന്നതായ ഒരു പ്രവൃത്തിയിലും നമ്മൾ ഇടപെടുന്നില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നത്, ഞാൻ സൂചിപ്പിച്ചത് വളരെ വർത്തമാനകാലത്തിലെ ഏറ്റവും നല്ലൊരു പദ്ധതിയാണ്. ഒരുപാട് കഴിവുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കൊരു വേദി ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രോത്സാഹനമാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ സമ്മാനം കൊടുക്കുന്നുണ്ട്, സമ്മാനങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ പ്രോത്സാഹനമാണെങ്കിൽ പോലും അത് വലിയ പ്രോത്സാഹനമാണ്. ചെറിയ നമുക്കൊരു അംഗീകാരം. അപ്പോൾ അതുകൊണ്ട് മാത്രം ഇന്ന് റീൽസുണ്ട്, നവമാധ്യമങ്ങളിൽ നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഒരുപാട് നമുക്ക് വേദികൾ ഒരുപാട് ഇന്ന് പഴയ പോലല്ല. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി മികച്ച ഒരുപാട് ആളുകളെ അവരുടെ കഴിവുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനുള്ള വേദി എന്ന നിലയിൽ ഒരുപാട് പ്രാധാന്യമുള്ള മനോഹരമായൊരു ചടങ്ങാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. ഇതിന് മുൻകൈയെടുത്ത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് വെട്ടുവേലി അധ്യക്ഷത വഹിച്ചു. സാമ്പത്തിക വർഷം വനിതാ ഘടകത്തിൽപ്പെടുത്തിക്കൊണ്ട് 75,000 രൂപ മുടക്കിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വനിതാ കലോത്സവം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വിവിധ ഇനങ്ങളിലുള്ള കലാപരിപാടികൾ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് വിവിധ ഇനങ്ങളായി ഈ സ്റ്റേജിൽ കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെടുന്നു. നമുക്കറിയാം, നമ്മുടെ 35 വയസ്സിനും 59 വയസ്സിനും ഇടയിലുള്ള വനിതകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബത്തിൻ്റെ മറ്റ് കാര്യങ്ങളുമൊക്കെ നോക്കി നിൽക്കുമ്പോൾ അവർക്ക് ഇത്തരത്തിൽ ഒരു ദിവസം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ സാംസ്കാരികമായ ഇത്തരം പരിപാടികൾ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കാറില്ലായിരുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വാഴൂർ ഗ്രാമപഞ്ചായത്ത് നമ്മൾ ഇത്തരത്തിലുള്ള വനിതാ കലോത്സവം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി മുഖ്യ പ്രഭാഷണം നടത്തി. ചിരിക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് അന്തർലീനമായി അവരുടെ സ്കൂൾ കാലഘട്ടത്തിലെല്ലാം തന്നെ ഉണ്ടായിരുന്ന കഴിവുകൾ
അവയെല്ലാം തന്നെ അവരുടെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഉപേക്ഷിക്കുന്ന രീതിയിലേക്കെല്ലാം വരുന്നൊരു ജീവിത സാഹചര്യമെല്ലാം തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതെല്ലാം തന്നെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഒരു പ്രാദേശിക ഭരണകൂടം എന്ന രീതിയിൽ വാഴൂർ ഗ്രാമപഞ്ചായത്ത് അത്തരത്തിലൊരു നല്ല വേദി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിലേക്ക് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഗീത എസ് പിള്ള, ബ്ലോക്ക് മെമ്പർ PM ജോൺ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാവർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ, ICDS സൂപ്പർവൈസർ, അങ്കണവാടി ടീച്ചർമാർ, തൊഴിലുറപ്പ് അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങി വാർഡിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വനിതകൾ മത്സരത്തിൽ പങ്കെടുത്തു. തിരുവാതിരയും നാടൻ പാട്ടും കിച്ചൻ മ്യൂസിക്കും ഒക്കെയായി ഒരു ദിവസം മാനസികമായി ആഘോഷത്തിന്റെ ദിനം ഒരുക്കുകയായിരുന്നു വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ വനിതകൾ.